ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ ഉമ്മ സ്പെഷ്യലായിട്ടുള്ള മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു ചീര വറവും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു 2 കറി മാത്രം മതി നമുക്ക് നല്ലവണ്ണം ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ സാധാരണ ഓട്ടുമോരും പിന്നെ കുമ്പളങ്ങിയും വെള്ളരിയും ഒക്കെ ഇട്ടിട്ടുള്ള മോര് കാച്ചിയിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോര് കാച്ചിയതാണ് ഇത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എരിവൊന്നും വേണ്ടാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഈ ചീര വറവും കൂടെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറും ആവും. ഇപ്പം മോര് കാച്ചിയത് തയ്യാറാക്കാം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് മുമ്പേ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. അതിനെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ചരി പൊടി എടുത്താൽ മതി. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയ കപ്പിൽ തന്നെ ഞാൻ 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ആ 2-ാം പാൽ ഈ അരിയിലൊഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുറുകാൻ വേണ്ടി വെക്കാം. ഈ അരി ഒന്ന് നല്ലവണ്ണം കുക്കാവണം. എന്നിട്ട് ഇതൊന്ന് തിക്കായി വരണം. ഇത് തിക്കായി ഇത് വെച്ച് കഴിഞ്ഞാൽ ചൂട് പിടിക്കുമ്പോൾ കൈവെക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ അരി കട്ട പിടിച്ചു പോകും. ഇനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാലും ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. കൂടെ നമുക്ക് പുളിക്ക് ആവശ്യമുള്ള മോരും കൂടെ ഒഴിച്ചു കൊടുക്കാം. മോരില്ലെങ്കിൽ തൈരൊന്ന് അടിച്ചിട്ടെടുത്താൽ മതി. ഞാനിപ്പം തൈര് അടിച്ചെടുത്തതാണ്. നമുക്ക് പുളിക്ക് ആവശ്യമുള്ള അത്രയും ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ കരിവേപ്പില കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. ആ കരിവേപ്പില ഇട്ട് ഒന്ന് ചൂട് പിടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും ആ കറിക്ക്. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. 1-ാം പാലും മോരും ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളക്കേണ്ടതില്ല. ഒരു തിള വരുന്ന സമയത്ത് തന്നെ, സൈഡിൽ നിന്ന് തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ആ ഒരു ചൂടിൽ തന്നെ, ആ ചട്ടിയുടെ ചൂടിൽ തന്നെ കിടന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് തിളക്കുന്നത്. അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ആ ചട്ടിയുടെ ചൂടിൽ തിളക്കുന്നതാണ്. അപ്പോൾ ആ അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഇതൊന്നുകൂടെ കുറുകി വരും. പിന്നെ ഇത് അടച്ച് വെക്കുന്ന സമയത്ത് ചൂടോടെ നല്ലവണ്ണം അടച്ച് വെക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആവി ഊറ്റിക്കഴിഞ്ഞാൽ കറി വീണ്ടും ലൂസായി പോവുക ചെയ്യാം. അപ്പം ഈ മോര് കാച്ചിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ചീര വറവും കൂടെ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ചീര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ്. ഇതിൻ്റെ കുറച്ച് തടിയുള്ള തണ്ടുകളൊക്കെ ഞാൻ അരിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. മുഴുവനായിട്ടും തണ്ട് കളഞ്ഞിട്ടില്ല, നേരിയ തണ്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു സവാള ചെറുങ്ങനെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് കുക്കാവേണ്ടതൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ഇത് ഇങ്ങനെ വഴറ്റിയില്ലെങ്കിലും ചീരയിലെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നല്ലവണ്ണം കുഴച്ചതിന് ശേഷം അങ്ങനെ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ സവാള ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇട്ടത്. ഈ ചീര കൂടെ ഇട്ടതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചീരയിൽ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കിത് പാത്രത്തിലിട്ടിട്ട് കാണുമ്പം ഒരുപാടുണ്ടാവും. അപ്പം നമ്മൾ ഒരുപാട് ഉപ്പിട്ട് പോയാൽ ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഭയങ്കര ഉപ്പായിട്ട് വരും. അതുകൊണ്ട് വളരെ കുറച്ചേ ഉപ്പിടാൻ വേണ്ടി പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഒരു കളറൊന്നും കാണില്ല, കുറച്ചൊന്ന് സ്പൈസി ആവാൻ വേണ്ടിയാണ്. അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ചീരയിൽ മുളക് പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചീരയിലുള്ള വെള്ളമൊക്കെ വലിഞ്ഞു വരുന്ന സമയത്ത് ഇതിൽ വേണമെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ തേങ്ങ ചേർത്തിട്ടില്ല. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീര വറവും മോര് കാച്ചിയതും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.